Watch India's largest kids library only on Jio Hotstar. Download the app now. എന്റെ പത്ലു ഇതെന്തുവാ കറണ്ട് ഇങ്ങനെ കട്ടാവുന്നല്ലോ. ഇതിനുള്ളിലാണെങ്കിൽ ഭയങ്കര ചൂടും ഈ കറണ്ട് ആണെങ്കിൽ ദിവസം മുഴുവൻ ഇല്ലതാനും. എനിക്കാണെങ്കിൽ ഭയങ്കര ക്ഷീണവും. ദിവസവും നിന്റെ ഈ വർത്താനം കേട്ട് കേട്ട് എനിക്ക് മടുത്തു പോയി മോട്ടു. കറണ്ട് ഇല്ലാത്തതിന് നമ്മൾ എന്ത് ചെയ്യാനാ? ഓ എന്റെ പത്ലു വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? ഓ നീ ഈ ചൂടത്ത് വല്ല തണുപ്പും കിട്ടാനുള്ള വഴി ആലോചിച്ച് പറ പത്ലു. ഐഡിയ അല്ല ഇങ്ങനെയല്ല വേറെ ഐഡിയ. നിൽക്ക്. നിന്റെ തല നല്ല ചൂടുണ്ട്. ഈ തണുപ്പുള്ള വെള്ളം നിന്റെ തലയിൽ ഒഴിച്ചാലേ അതൊക്കെ ശരിയാവൂ. എന്തൊരു ചൂടാ! നിങ്ങൾ എന്റെ പുറത്ത് വെള്ളം ഒഴിച്ച് എന്നെ തണുപ്പിച്ചു കളഞ്ഞല്ലോ. താങ്ക് യു മോട്ടു പത്ലു, താങ്ക് യു വെരി മച്ച്. ഓക്കേ, അത് ശരി ബോക്സർ ഏട്ടാ, ഞങ്ങൾ ആവശ്യമില്ലാതെ പേടിച്ചു പോയി. ഇങ്ങോട്ട് തരൂ, കുറച്ചുകൂടെ തണുപ്പിച്ചു തരാം. ഇപ്പൊ ഒന്നുകൂടിയാ ഞാനങ്ങ് തണുത്തു. ഇനി നിങ്ങളെ രണ്ടുപേരെയും തണുപ്പിക്കാനുള്ള അവസരമാ. നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ശരിക്കൊന്ന് തണുപ്പിച്ചു തരാം. ഓക്കേ. മോട്ടു, അല്ലെങ്കിലേ ഇവിടെ കറണ്ട് ഇല്ല. ഇപ്പൊ വയറും കട്ടായിരിക്കുക. ആകെ പ്രശ്നമായി എന്നാ തോന്നുന്നേ. വാ, നമുക്ക് പോയി ശരിയാക്കാൻ നോക്കാം. വരൂ, പെട്ടെന്ന് പോയി ആ വയറ് നന്നാക്കാം. ജോണി, പവർ കട്ട് നല്ല മുതലെടുക്കാണ്. ഒരുപക്ഷെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോവാനുള്ള കാരണം ജോണിന്റെ പണി ആയിരിക്കോ? ആദ്യം പോയി നമുക്ക് ആ വയറ് നന്നാക്കാം, എന്നിട്ട് ആലോചിക്കാം ആരുടെ കയ്യിലാ ജനറേറ്റർ ഉള്ളത് ഇല്ലെന്നുള്ളതൊക്കെ. മോട്ടു, വയറ് ശരിയാക്കണമെങ്കിൽ മുകളിലേക്ക് കയറണം. നമ്മളെങ്ങനെ കയറാനാ? ഒരു പത്ലു, നമുക്ക് വേഗം ചെന്ന് ആ ഏണി എടുത്ത് മേളിൽ കയറി വയറ് നന്നാക്കാം. എന്റെ അമ്മ, മമ്മി, ഡാഡി, അങ്കിൾ, രക്ഷിക്കണേ. എന്റെ അമ്മ. മോട്ടു, നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സമയം വന്നിരിക്കാന്നാ തോന്നുന്നത്. നമ്മളിപ്പോ ഇനി എന്ത് ചെയ്യും മോട്ടു? ഇപ്പൊ കുറച്ച് ചൂടുള്ള സമൂസ കിട്ടിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നേനെ. ആദ്യം ഞാൻ അവന്മാരെ തല്ലും. ആദ്യം ഞാൻ പറ്റില്ല, ആദ്യം എന്റെ വക. പറഞ്ഞാ മനസ്സിലാവുന്നില്ലേ? ആദ്യം ഞാൻ. ഇല്ല, ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം. ഞാൻ. ഓ ചിങ്കൻ സാറേ, നിങ്ങൾ എന്തിനെങ്ങനെ വഴക്കിടുന്നത്? എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അത് ഒരുമിച്ച് ചെയ്തുകൂടെ? താങ്ക് യു ഡോക്ടർ ജഡ്ക. പൊളിച്ചടുത്തല്ലോ. ഇവര് രണ്ടുപേരും മോട്ടു പത്ലുവിന്റെ മുകളിലേക്ക് പറഞ്ഞാക്കാനോട് അങ്ങനെ വഴക്കിട്ടതായ.
മോഷണമൊന്നും നടത്തിയില്ല, കൊള്ളയൊന്നും നടത്തിയില്ല. നിങ്ങളെ സഹായിക്കാൻ മാന്യനായ ജോൺ വരുന്നു. ഓ, കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ. എടാ കവിതയ്ക്കുണ്ടായവനെ കവിതയുടെ കാര്യമൊക്കെ വിട്ട് വോട്ട് വരും 10 വരും ജനറേറ്റർ കൊടുക്ക്. മോട്ടു പത്ലു, ഈ ജനറേറ്റർ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഫ്രീ ആയി തരികയാ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി പോയാലും ഒരു പ്രശ്നവും ഉണ്ടാകില്ല. മനസ്സിലാകുന്നുണ്ടോ? ഓ താങ്ക് യു താങ്ക് യു. നോ താങ്ക്സ്. ഞങ്ങൾക്ക് സൗജന്യമായിട്ട് ഒരു സാധനവും വേണ്ട. അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ കാശ് കൊടുത്ത് മേടിച്ചോളാം. ചിങ്ക സാറേ, ഒരു ജനറേറ്റർ നിങ്ങളുടെ വീട്ടിലേക്കും ഒരെണ്ണം പോലീസ് സ്റ്റേഷനിലേക്കും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഫുർഫുരി നഗരത്തിലൊക്കെ ഞാൻ ഇത് വിതരണം ചെയ്തോണ്ടിരിക്കുകയാണ്. എനിക്ക് നമ്മുടെ ഫുർഫുരി നഗരത്തിലെ ആൾക്കാര് കഷ്ടപ്പെടുന്നത് കാണാൻ വയ്യ. എല്ലാവർക്കും നന്ദി. ഒരുപാട് പേര് എന്നെ കാത്തിരിക്കുന്നുണ്ട്. എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. ബൈ ബൈ. ഓ, കണ്ടല്ലോ മോട്ടു പത്ലു, ഈ ജോൺ തന്നെ നന്നാവാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ചിങ്കം സാർ, ആ കറണ്ടിന്റെ വയറ് പൊട്ടിക്കിടക്കായിരുന്നു. ആർക്കും അപകടം ഉണ്ടാകണ്ടല്ലോ എന്ന് പറഞ്ഞ് നേരാക്കാൻ വേണ്ടി ഏണിയെടുത്ത് വെച്ചതാ. ആ, ഈ വയറെന്തങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുറിഞ്ഞു പോകുന്നത്? കഴിഞ്ഞ ഒരാഴ്ചക്കകം ഞാൻ ഒരുപാട് പ്രാവശ്യം ഇത് ശരിയാക്കിയതാണല്ലോ. ചിങ്കം സാറേ, ജോൺ ഒരു കള്ളനാണ്. അവൻ ഒരിക്കലും നന്നാവില്ല. എനിക്ക് തോന്നുന്നത് ഇടയ്ക്കിടയ്ക്കുള്ള ഈ കറണ്ട് കമ്പി കട്ടാവലും കറണ്ട് പോവലൊക്കെ ഇവന്റെ പണിയായിരിക്കുന്ന. ഞങ്ങൾക്ക് അവനെ ഒട്ടും വിശ്വാസമില്ല. പത്തിലു മുകളിലാണെങ്കിൽ മുകളില്, അല്ലാതെ നമ്മൾ താഴോട്ട് വന്നാ നമ്മള് വീണ്ടും മുകളിലേക്ക് തന്നെ പോവേണ്ടി വരും. പത്തിലു, നീ പറഞ്ഞത് ശരിയാ. ആദ്യം ഞാൻ പോകാം ഇവിടുന്ന്. ഇല്ല, ആദ്യം ഞാനാ. ഇതെന്ത് വയറാ മോട്ടു? എനിക്ക് തോന്നുന്നു ഇതേതോ പ്രൈവറ്റ് കണക്ഷന്റെ വയറാന്നാ. ഇത് ഇൻലീഗലാ. വരൂ, നമുക്ക് ചെന്ന് നോക്കാം. മോട്ടും പത്തിലും അവിടെ വയറ് കൂട്ടിക്കെട്ടുമ്പോ നമ്മള് പിന്നെയും പൊട്ടിക്കും. ആർക്കും അറിയില്ല ആ വയറിൽ കൂടിയാണ് ഫുർഫുറി നഗരത്തിലേക്ക് വൈദ്യുതി വരുന്നതെന്ന്. ബോത്തിന്റെ ഒരു ബുദ്ധി. ഓഹോ, അപ്പൊ ഇതായിരുന്നു നിന്റെ പണി. ഏത് വയറിൽ കൂടെയാണ് ഫുർഫുറി നഗറിലേക്ക് കറണ്ട് വരുന്നത്? ആദ്യം ആ വയറ് മുറിച്ചിട്ട് കറണ്ട് കട്ടാക്കുക. എന്നിട്ട് ഒന്നും അറിയാത്തവനെ പോലെ എല്ലാവരുടെ ജനറേറ്റർ വിറ്റ് പൈസ ഉണ്ടാക്കാൻ നോക്കുവാണ് നീ. പിന്നെ പേരും ഇപ്പൊ കാണിച്ചു തരാം. എന്തായാലും ഞങ്ങൾ രണ്ടുപേരും ഇനി നിങ്ങളെ വിടാൻ പോകുന്നില്ല. നിങ്ങൾ കാരണം കൊണ്ട് ഒരുപാട് അടിയാ ഞങ്ങൾ വാങ്ങിക്കൂട്ടിയത്. മോട്ടു, ആദ്യം ഞാനാ. അല്ല, ആദ്യം ഞാനാ. പറയുന്നത് കേൾക്ക്, ഞാൻ ആദ്യം. പറഞ്ഞില്ല, ആദ്യം ഞാനാന്ന്. എന്റെ അമ്മോ, ഞാനെല്ലാം കേൾക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടാളും കൂട്ടുകാരല്ലേ? പിന്നെ എന്തിനാ നിങ്ങൾ ഈ ഞാൻ ആദ്യം എന്ന് തമ്മിൽ വഴക്കിടുന്നത്? എന്ത് ചെയ്യുമ്പോഴും ഒരുമിച്ച് ചെയ്യണം. ഇത് നിങ്ങൾക്കുള്ള എന്റെ ഓർഡറാണ്. ഓ താങ്ക് യു ചിങ്കം സാർ. ഇതിനു വേണ്ടിയാ ഞങ്ങൾ കാത്തിരുന്നത്. വരൂ പത്തിലു, നമുക്കെന്നാൽ തുടങ്ങാം. ഇന്നെ പിടിച്ചോ. നമ്പർ 1, വേഗം പോയാ പൊട്ടിയ വയറ് നന്നാക്കിട്ട് വാ. ഇല്ലെങ്കിൽ നിന്റെ പോസിനെ ഞങ്ങൾ ഇടിച്ച് തരിപ്പണമാക്കും.
ഞങ്ങൾ ആ വയർ കൂട്ടി യോജിപ്പിച്ചു. ഫുർഫുറി നഗറിൽ മുഴുവൻ ഇലക്ട്രിസിറ്റി വന്നു. ജോൺ, യു ആർ അണ്ടർ അറസ്റ്റ്. മോട്ടു പത്ലു, നിങ്ങൾ രണ്ടാളും ഫുർഫുറെ നഗരത്തിന് വേണ്ടി വളരെ നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ രണ്ടാൾക്കും ഞാനൊരു നല്ല സമ്മാനം തരാൻ പോകുന്നുണ്ട്. യെസ്, നല്ല സമ്മാനം. താങ്ക് യു സാറേ. വെൽക്കം. ചിങ്കൻ സാറേ, നിങ്ങൾക്ക് കുറച്ചുകൂടെ നേരത്തെ അറസ്റ്റ് ചെയ്തുകൂടായിരുന്നോ? ഇത്ര ഇടിയും പേടിച്ചിട്ട് നിങ്ങൾ സംസാരിച്ച് സമയം കളയാതെ എന്നെ വേഗം കൊണ്ടുപോകാൻ നോക്ക്. അല്ലെങ്കിൽ ഇവന്മാര് പിന്നെയും തുടങ്ങും. ആദ്യം ഞാനെന്ന് പറഞ്ഞു. Watch India's largest kids library only on Geo Hotstar. Download the app now.